അതായത് ഇപ്പോൾ ഇതേ സിറ്റുവേഷനിൽ അറിയാത്ത സ്ഥിതിക്ക് ശരി കേസിൻ്റെ ഇത് വിധി വരട്ടെ, തെളിയട്ടെ, എന്താ നടന്നതെന്ന് അറിയട്ടെ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു റിസൾട്ട് വെച്ചിട്ട് ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഐ കൻ അണ്ടർസ്റ്റാൻഡ്. ഇത് വരുന്നതിന് മുന്നേ ഇങ്ങനെ പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ ഒരാളുടെ ഇമോഷൻസിനെ ഹേർട്ട് ചെയ്തിട്ട് ഹൗ ഡു ദേ എക്സ്പെക്ട് ദം ടു ബി നോർമൽ ആഫ്റ്റർ ദാറ്റ്? ഇത്രയേ ഉള്ളൂ എനിക്ക് ആ ഒരു കാര്യത്തിനെ പറ്റി പറയാൻ. അഗൈൻ ആ പയ്യന്മാർ പോയതിൻ്റെ ഫുട്ടേജ് കിട്ടിയോണ്ട് മനസ്സിലായി എന്ത് സ്പീഡിലാണ് വന്നത്, ആ വണ്ടി ഇറക്കുന്ന കണ്ടിട്ടും വെട്ടിച്ചെടുക്കാൻ നോക്കിയപ്പോൾ ഇടിച്ചതെന്ന്. വളരെ എനിക്കിപ്പോഴും ആ വീഡിയോ രാജേട്ടൻ ചവിട്ടി നിർത്തുന്നു, നോക്കുന്നു, അതേനെ എടുക്കുന്നു. ആ CCTV ഇല്ലായിരുന്നെങ്കിൽ രാജേട്ടൻ എവിടെ എത്തിയാൽ? ഇപ്പോൾ എൻ്റെ സിറ്റുവേഷനിൽ CCTV ഉള്ള സ്ഥലത്ത് പോയി ചോദിച്ചപ്പോഴത്തേക്ക് അതിൻ്റെ അടുത്ത ദിവസം CCTV ഇല്ലായിരുന്നു അവിടെ. സോ ദാറ്റ്സ് ഓൾസോ പോസിബിൾ. മാനിപ്പുലേഷൻ ഈസ് വെരി പോസിബിൾ. പക്ഷേ അവിടെ ഉണ്ടായ കണ്ട ആൾക്കാരുടെ അടുത്ത് again I might be going ചോദിക്കാൻ ആളുണ്ടായിരുന്നു. പക്ഷെ ഞാനത് പറയുവാണെങ്കിൽ ഐ വിൽ ബി സ്പീക്കിംഗ് അഗൈൻസ്റ്റ് ദ പോലീസ് വിച്ച് ഐ ഡോണ്ട് വാണ്ട് ടു ഡു ദാറ്റ്. ബിക്കോസ് ഒരുപാട് നല്ല പോലീസ് ഓഫീസേഴ്സ് ഏതാ, ഞാൻ ഓരോ ദിവസവും ഞാൻ എറണാകുളത്തായാലും തിരുവനന്തപുരത്തായാലും ഞാൻ നിൽക്കുന്ന 2 സ്ഥലം ഇതാണ്. ഓരോ ദിവസവും നല്ലോണം അവരുടെ സർവീസ് മര്യാദയ്ക്ക് ചെയ്യുന്ന പോലീസ് ഓഫീസേഴ്സിനെയും കാണുന്ന ആളാണ് ഞാൻ. ഇതേപോലെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ എടുത്ത് ഈ നല്ല പോലീസുകാരെയും കുറ്റം പറയാൻ ആൾക്കാർ കാണും. ഐ ഡോണ്ട് വാണ്ട് ദാറ്റ്. ബട്ട് ഈവൻ അതിൽ ഇൻവോൾവ് ആയ പോലീസ് സ്റ്റേഷൻ ഏതാണെന്ന് അവർക്കറിയാം. ഞാൻ അതിൻ്റെ പേര് പോലും പറയുന്നില്ല. ആ സ്റ്റേഷനുള്ളിലുള്ള ആൾക്കാരും അറിയാം ഒരു പെർട്ടിക്കുലർ ഓഫീസർ എന്താണ് അവിടെ ചെയ്തതെന്ന്. ദാറ്റ് വാസ് ഡെഫിനറ്റ്ലി പൊളിറ്റിക്കൽ. ദാറ്റ് വാസ് നോട്ട് റിലേറ്റഡ് ടു ദി ഇഷ്യൂ. ബിക്കോസ് ഈവൻ ദ പേഴ്സൺ ഇൻവോൾവ്, ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് എടുത്ത് പറയുന്നില്ല, അദ്ദേഹവും he didn't have an issue towards the end.